ഹായ് ഹലോ ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളെക്കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങളെക്കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ ഓർക്കുന്നുണ്ടെങ്കിൽ പ്രകൃതി തന്നെ നിങ്ങളെ അത് കാണിച്ചു തരും. അതായത് നമ്മുടെ പ്രകൃതിയിൽ നിന്നും തന്നെ നമുക്ക് കുറേ അധികം സൈൻ കാണുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മളെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഏതൊക്കെയാണ് ഈ സൈൻ എന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. റെയിൻബോ ആണ്. അതായത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ റെയിൻബോ കാണാറുണ്ടോ? അങ്ങനെ നിങ്ങൾ റെയിൻബോ എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ പ്രകൃതി നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെക്കുറിച്ചിട്ട് ഏതോ ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനെ നോക്കിയിട്ട് പ്രകൃതി ചിരിക്കുന്നതാണ് ഈ ഒരു മഴവില്ലായിട്ട് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ റെയിൻബോ കാണുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കിയിട്ട് നേച്ചർ പുഞ്ചിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ബേർഡ് സോങ് ആണ്. അതായത് നിങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും പക്ഷികൾ നിങ്ങളെ കാണുമ്പോഴത്തേക്കും കൂടുതലായിട്ട് സൗണ്ട് ഉണ്ടാക്കും. അതായത് സാധാരണ കിളികൾ ഉണ്ടാക്കുന്നതിലും കൂടുതലായിട്ട് പക്ഷികൾ നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഒച്ചയുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചിട്ട് ആരോ എപ്പോഴും ഇങ്ങനെ ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ബ്ലൂമിങ് ഫ്ലവേഴ്സ് ആണ്. അതായത് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ ഒക്കെ ആയിട്ട് നിങ്ങൾ എപ്പോഴും ഒരു ചെടി കാണുന്നുണ്ട്. ആ ഒരു ചെടി കുറേ വർഷങ്ങളായിട്ടും പൂക്കുന്നേ ഇല്ല. എന്നാൽ പെട്ടെന്നൊരു ദിവസം ആ ഒരു ചെടി പൂക്കുന്നു, അതിൽ നിറയെ പൂക്കളുണ്ടാകുന്നു. ഇങ്ങനെ പൂക്കാത്ത ഒരു ചെടി പെട്ടെന്ന് പൂക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രകൃതി നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ഏതോ ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ ഓർക്കുന്നുണ്ട് എന്ന്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, സൺസെറ്റാണ്. അതായത് നിങ്ങൾ പങ്കുവെച്ച ആ മനോഹര നിമിഷത്തെ ആ ഒരു സമയം പ്രകൃതി നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ഇരുന്ന സമയത്ത് പങ്കുവെച്ച നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രകൃതി ആ ഒരു സമയം ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമത്തെ സൈൻ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ആണ്. അതായത് പൂമ്പാറ്റകൾ. നിങ്ങൾ പൂമ്പാറ്റകളെ കാണുന്നു. കുറേ പൂമ്പാറ്റകൾ നിങ്ങളുടെ തലയുടെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. ഇങ്ങനെ എപ്പോഴും പൂമ്പാറ്റകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, നിങ്ങളുടെ തലയുടെ ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. അല്ലെങ്കിൽ പൂമ്പാറ്റകളൊക്കെ ഒരുപാട്, അതായത് ഒന്നും രണ്ടും അല്ല, കുറേ അധികം പൂമ്പാറ്റകൾ പൂവിൻ്റെയൊക്കെ മുകളിൽ കൂടി ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രകൃതി നിങ്ങളോട് പറയുകയാണ്, ഏതോ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ഓർക്കുന്നുണ്ട് എന്ന്. ഇനി ലാസ്റ്റ് സൈൻ എന്താണെന്ന് നോക്കാം. അതായത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് വീശുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അതായത് ഒരു ഇളം കാറ്റ്. ഇങ്ങനെ എപ്പോഴേലും നിങ്ങൾ തനിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു തണുത്ത കാറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വീശുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രകൃതി നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെക്കുറിച്ചിട്ട് ഏതോ ഒരു വ്യക്തി ആ ഒരു സമയം ഓർക്കുന്നുണ്ട് എന്ന്. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്തേക്കണേ. നമ്മളിതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. പിന്നെ ഇതേപോലത്തെ ടോപ്പിക്സ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.